ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ ടൈസന്റെ യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഡോക്ടർ അജേഷ് സക്രിയാണ്. സാർ കോളേജ് അധ്യാപകനാണ്. ഇതിക്ക് മുന്നേ നമ്മളോടുകൂടെ ഒരു ഇഗ്നിസിന്റെ യൂസർ എക്സ്പീരിയൻസ് സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടൈസർ S+ AMTയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. താങ്ക് യു. വെൽക്കം സാർ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈസർ എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? ഏകദേശം 6 മാസത്തോളമായി. 6 മാസം. നമ്മളുടെ തിരുവല്ല നിപ്പോൺ ടയോട്ടയിൽ നിന്നാണ് ടൈസർ എടുത്തത്. ഈ വണ്ടി എടുക്കാൻ കാരണമായത് അവിടെ നിന്നാണ് എടുത്തത്. ഇപ്പൊ എത്ര കിലോമീറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും? 6 മാസം കൊണ്ട് ഏകദേശം 6000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇതിക്ക് മുന്നേ നമ്മള് ഇഗ്നിസ് അല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അതിൽ നിന്ന് ഈ ഒരു ടൈസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഇഗ്നിസ് എന്ന് പറയുന്നത് ശരിക്കും വേറൊരു കാറ്റഗറിയും ടൈസർ എന്ന് പറയുന്നത് ശരിക്കും വേറൊരു കാറ്റഗറിയുമാണ്. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഞാൻ ഏകദേശം ഇഗ്നിസ് ഉപയോഗിച്ചത് ഒരു 8 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. 8 വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ അതിൻ്റെതായിട്ടുള്ള 8 വർഷത്തോളം ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ടയറിങ് വെയറിങ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാനതൊരു നല്ലൊരു എക്സ്ചേഞ്ചും ഒക്കെ കിട്ടിയ സമയത്ത് ഞാൻ പിന്നെ ആ ഒരു ഓഫറിന്റെ സമയമായപ്പോൾ ഞാൻ പിന്നെ വണ്ടി ഒരെണ്ണം മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് മാറ്റിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇഗ്നിസിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാനത് മാറ്റം ഉണ്ടായത്. അപ്പോൾ ഒരു 8 വർഷമായ വണ്ടി പിന്നെ ഉപയോഗിക്കേണ്ട എന്ന് കരുതി ഞാൻ മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം റീസെയിൽ വാല്യൂ നമുക്ക് കുഴപ്പമില്ലാതൊരു റീസെയിൽ വാല്യൂ അത്യാവശ്യം നല്ലൊരു റീസെയിൽ വാല്യൂ ടൊയോട്ടക്കാർ തരികയുണ്ടായി. മറ്റേ കമ്പനികൾ ഒന്ന് രണ്ട് കമ്പനികൾ ഓഫർ ചെയ്തതിനേക്കാളും നല്ല റീസെയിൽ വാല്യൂ പിന്നെ ഈ ഇതിലേക്ക് നമ്മൾ മാറുകയുണ്ടായത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫ്രോൺസ് എടുക്കാതെ ടൈസ് എടുക്കാനായിട്ട് എന്തെങ്കിലും അട്രാക്ട് ചെയ്ത് എന്തെങ്കിലും ഘടകമുണ്ടോ? അട്രാക്റ്റീവ് ഘടകം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോങ്സ് ഞാൻ നോക്കിയിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഫ്രോങ്സ് ടെസ്റ്റ് ഡ്രൈവ് നോക്കുന്ന സമയത്ത് അന്ന് ഫ്രോങ്സ് വണ്ടി എനിക്ക് കാണാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടികളിലൊന്നാണ്. അപ്പോൾ ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയത്. പക്ഷെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടി എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ആ വണ്ടിക്ക് അങ്ങോട്ട് എന്തൊക്കെയോ എനിക്ക് പ്രശ്നങ്ങൾ തോന്നിയായിരുന്നു. ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ഇനി ആ ടെസ്റ്റ് ഡ്രൈവ് തന്ന വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ ഒരു യാത്രയും അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഫ്രോങ്സിനെ കുറിച്ചും പിന്നെ ടൈസറിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുകയുണ്ടായില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ വണ്ടി ഒന്ന് മാറ്റിയാൽ കൊള്ളാം, ഇങ്ങനെ ഒരു ഓഫറുകൾ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കിടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ടൊയോട്ടക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അവരെനിക്ക് അവരുടെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഒരു വണ്ടി തരികയും ചെയ്തത്. അപ്പോൾ അത് ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ടൈസർ എടുക്കാം എന്നുള്ളത് തോന്നി. പക്ഷെ ഫ്രോങ്സും ടൈസറും തമ്മിൽ ആത്യന്തികമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുറത്തുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ഇതൊക്കെ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയുള്ളൂ ആസ് എ ഹോൾ വണ്ടി എന്ന നിലയിൽ. പക്ഷേ നമ്മളുടെ ടൊയോട്ട എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു സർവീസ് ചെയ്തപ്പോൾ, ഇപ്പൊ 2ാം സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസും കഴിഞ്ഞു. അപ്പൊ 2 സർവീസും കഴിഞ്ഞ സമയത്ത് ടൊയോട്ട കുറച്ചും കൂടെ ഒരു ബെറ്റർ സർവീസ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ആയിട്ട് തോന്നി. അത് മാത്രമല്ല അതിന്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. മാരുതി മോശമാണെന്നല്ല എന്റെ അഭിപ്രായം, പക്ഷെ പറഞ്ഞാൽ കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് വന്നു. പിന്നെ കൂടാതെ ഈ പറഞ്ഞ പോലെ കുറേയധികം ഓഫറുകൾ അവർ എനിക്ക് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നു. അതൊക്കെയാണ് ശരിക്കും ഈ വണ്ടി എടുക്കാനായിട്ട് എനിക്ക് ഒരു പ്രേരണയായത്. ഇത് ടൈസർ S+ എന്ന് പറഞ്ഞ AMT വെർഷൻ ഓട്ടോമാറ്റിക്. അന്ന് നമുക്ക് ഏകദേശം എത്ര രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു? അന്ന് 11,400 രൂപ. GSTക്ക് മുന്നേ ഉള്ള സമയത്ത് കുറഞ്ഞ സമയത്ത് അതിനേക്കാളും വില കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയല്ല, ഇപ്പൊ അന്ന് എടുക്കുമ്പോൾ 6 എയർ ബാഗ് മോഡൽ ഇല്ലായിരുന്നു ഇതിന്. ഇപ്പൊ അതിന്റെ എല്ലാ ബേസ് മോഡൽ തൊട്ട് 6 എയർ ബാഗ്സ് പിന്നീട് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലായിരുന്നു. GST കുറയും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു 6000 കിലോമീറ്റർ സാർ യൂസ് ചെയ്ത് 6 months കൊണ്ട്, അപ്പൊ അതിൽ നിന്ന് എന്താണ് സാറിനൊരു തോന്നിയത്? AMT ആണ്, അപ്പോൾ ലാഗോ കാര്യങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് AMTക്ക് ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ പവറിന്റെ എങ്ങനെയാണ്? 90 bhp ആണ് വരുന്നത്, 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അപ്പൊ ഇത് സാറിന് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഇപ്പൊ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണല്ലോ വണ്ടി എടുക്കുന്നത്. നമ്മൾ വണ്ടി വെറുതെ പോയി അങ്ങ് എടുക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം വണ്ടി എടുക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഒരു യൂസബിലിറ്റി ഉണ്ടല്ലോ. അതായത് നമ്മൾ എത്രത്തോളം ഓടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു ദിവസം നമ്മൾ എത്രത്തോളം യാത്ര പോകുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമ്മുടെ ഒരു യൂസബിലിറ്റി ഉണ്ടല്ലോ.
ആ യൂസിബിലിറ്റി വെച്ചായിരിക്കും നമ്മളെല്ലാവരും വണ്ടി എടുക്കുന്നത്. വേണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വണ്ടി ഓടുന്ന ആളാണ്. ഉം, ഉം. തന്നെയല്ല കൂടുതൽ ഓടുന്ന സിറ്റിയാണ്, സിറ്റി ഡ്രൈവിംഗ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം പിന്നെ കൂടാതെ ലോങ് ഡ്രൈവ്സ് മാസത്തിൽ ഒരു പ്രാവശ്യം 1-2 തവണ, ഉം, ഉം. മാസത്തിൽ 1-2 തവണ ഈ ലോങ് ഡ്രൈവ് ഓടുന്നുണ്ട്. അപ്പം എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്യാവശ്യം സിറ്റിയിലും പുറത്തുമൊക്കെ ഓടുന്നതിന് മൈലേജ് ഉള്ള, എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഡ്രൈവിംഗ് വലിയ ആയാസം ഇല്ലാത്തൊരു വണ്ടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റാഷ് ഡ്രൈവിംഗ് പോലെയുള്ള സംഭവം എനിക്ക് ഇഷ്ടമല്ല. ആ, ആ. അപ്പൊ അതായത് വണ്ടി വളരെ സ്മൂത്തായി പോവുക പോകുക എന്നുള്ളതാണ്. എന്നുള്ളതാണ്. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് പോകുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ വണ്ടി ഉം, പോകുമ്പോൾ, ഉം. ആ ഒരു സ്മൂത്ത്നെസ്സിൽ വണ്ടി പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ആ ഒരു രീതിയിൽ വണ്ടിയുടെ ഒരു ഓട്ടം ശരിയാകണം എന്നുള്ളതാണ്. പിന്നെ തന്നെയല്ല, ഞാനെന്ത് കൂടുതലും ആലോചിച്ച് ഇപ്പൊ സിറ്റി ഡ്രൈവിലാകുമ്പോൾ നമുക്ക് ഈ ഗിയർ മാറ്റി മാറ്റി പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയർ മാറ്റി മാറ്റി പോകാത്ത വണ്ടിക്ക് നമുക്ക് എത്രത്തോളം മൈലേജ് കിട്ടാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഈ അപ്ഗ്രഡേഷൻ നടക്കുന്ന സമയത്ത് ഈ ഫ്രോങ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് കുറച്ചുകൂടി ഈ ഒരു റേഞ്ചിൽ ഫ്രോങ്സ് ടൈസറിന് ഉം, ഉം. കുറച്ചും കൂടെ നല്ല മൈലേജ് കിട്ടുന്നതായിട്ട് കിട്ടുന്നുണ്ട്. തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിറ്റി ഡ്രൈവ് എനിക്കൊരു ഇപ്പം 5000 കിലോമീറ്റർ 6000 കിലോമീറ്ററോളം കഴിഞ്ഞു. 5000ന്റെ സർവീസോടെ കഴിഞ്ഞ സമയത്ത് എനിക്ക് സിറ്റി ഡ്രൈവിൽ ഏകദേശം ഒരു 13-14ഓളം 13-14 മൈലേജ് ഒരു കിട്ടുന്നത്. മൈലേജ് കിട്ടുന്നത്. ലോങ് ഡ്രൈവിൽ, അതായത് ഞാൻ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് MC റോഡ് വഴി അതുപോലെയുള്ള ലോങ് ഡ്രൈവ് വളരെ ദൂരം പോകുന്ന സമയത്ത് എനിക്ക് 23-24 വരെ മൈലേജ് ഞാൻ പിടിച്ചിട്ടുണ്ട്. 24 കൂടുതൽ കിലോമീറ്റർ. ഓക്കെ. മൈലേജ് പിടിച്ചിട്ടുണ്ട്. അതിപ്പോ തേർഡ് സർവീസ്, സെക്കൻഡ് സർവീസും സർവീസ് കഴിഞ്ഞപ്പോ. അപ്പം അതെനിക്ക് കിട്ടുന്നുണ്ട്. ആ, അപ്പം അത് പറഞ്ഞതുപോലെ പിന്നെ AMDയുടെ ബുദ്ധിമുട്ട്, ഇപ്പൊ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് AMDയുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMDക്കകത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലാഗ് ഉണ്ട്. അത് ഈ വണ്ടിക്കും ഉണ്ട്. അത് ഉണ്ട്. എല്ലാ AMDക്കും നമ്മൾ പരിചയിക്കുന്നതാണ്. അപ്പൊ അതിനകത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ AMDയുമായിട്ട് ഒന്ന് യൂസ്ഡ് ആയി യൂസ്ഡ് ആയി കഴിയുന്ന കഴിയുമ്പോൾ സമയത്ത് നമുക്കതൊരു അങ്ങനെ ഒരു സംഭവം നമുക്ക് വരത്തില്ല. കാരണം നമുക്കറിയാം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാനുവലിലേക്ക് മാറ്റി കയറി പോകണമെന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ കയറ്റം വരുന്ന സമയത്ത് എവിടെ ഡൗൺ ആകും എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊന്ന് യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു ധാരണ കിട്ടും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ AMD ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളതിന്റെ ഒരു ഒരിക്കലും ഇതൊരു ഒരു ഒരു റാഷായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി എടുത്തു പോകത്തക്ക വിധത്തിലുള്ള ഒരു വണ്ടി അല്ല ഇത്. അതിനെ ഒരു കുറച്ചുകൂടെ പക്വതയോടുകൂടി, കുറച്ചുകൂടെ പാകതയോടുകൂടി ഉപയോഗിക്കേണ്ട വണ്ടിയായിട്ടാണ് എനിക്ക് ഈ നാച്ചുറലി ആസ്പിറേറ്റഡ് 1.2 ലിറ്റർ AMDകൾ പൊതുവേ തോന്നുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. ടർബോ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ ടർബോ ഇവര് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് തരുന്ന സമയത്ത് ടർബോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ടർബോ എനിക്ക് അതൊരു ഭയങ്കര രസകരമായിട്ടൊരു അനുഭവമായിട്ടാണ് തോന്നി. അത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര രസകരമായ 1 ലിറ്റർ ആണ്. അപ്പൊ അത് ടർബോ എഞ്ചിൻ ഭയങ്കര രസകരമായിട്ടാണ് അനുഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ടോർക്ക് കൺവെർട്ടറാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസകരമായിട്ടാണ് ആ പോകുന്നത്. അപ്പോൾ അത് അത്തരത്തിൽ ഉപയോഗിക്കുന്നവർക്ക്, ആ കാറ്റഗറിയിലുള്ളവർക്ക് അത് വളരെ രസകരമാണ്. നമ്മുടെ യൂസിബിലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഡ്രൈവ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് സാർ ഇപ്പൊ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ. നമുക്ക് ഇതിന് കോമ്പറ്റീവ് വരുന്നത് മറ്റേ നെക്സോൺ, അതുപോലെ വെന്യൂ, സോണറ്റ് ഒക്കെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോ ഇപ്പൊ പുതിയൊരു വെന്യൂ ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഫീച്ചർ റിച്ച് ആണ്. അപ്പൊ സാറിന് വെന്യൂ എടുത്താൽ മതിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അതിലേക്ക് നോക്കിയിട്ടില്ല. കാരണം നേരത്തെ ഉണ്ടായി ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് വെന്യൂ എടുത്താൽ കൊള്ളാം എന്നുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കൂടുതലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വണ്ടി നമുക്ക് റിലയബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. റിലയബിലിറ്റി ഇഷ്യൂസ് ആണ് നമ്മുടെ ഒരു സംഭവം അതുകൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പൊ മാരുതിയോ ടൊയോട്ടയോ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അവരുടെ ഒരു റിലയബിലിറ്റി വളരെയധികം ഹൈ ആണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു വണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ അവരാരും മോശക്കാരാണെന്നുള്ളതല്ല എന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. എനിക്ക് കൂടുതൽ സാറ്റിസ്ഫൈങ് ആയി തോന്നിയത് ഇതായതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നു, അല്ലാതെ വേറൊന്നും അതിനകത്തില്ല. പിന്നെ അത്തരത്തിൽ നമുക്കിപ്പോ വണ്ടികൾ കൂടുതൽ ഫീച്ചർ റിച്ച് ആണ്. ഫീച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ മെച്ചമാവണമെന്നില്ല, വണ്ടി കൂടുതൽ മെച്ചമാവണമെന്നില്ല. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം മറ്റേ ഹുണ്ടായിയുടെ വെന്യൂയോ കിയയുടെ വാഹനങ്ങളോ ഒക്കെ നോക്കുന്ന സമയത്ത് അവരെ ഇത്രയും ഫീച്ചർ ഒന്നും ഈ വിലയ്ക്ക് അവർ തരുന്ന ഫീച്ചറുകളൊന്നും തന്നെ ഈ വണ്ടിക്ക് തരുന്നില്ല. അപ്പം അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ അത്ര ഫീച്ചറുകളല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ മറ്റൊരു തലമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് നല്ലത് ഈ ഒരു വണ്ടിയാണ്, ഇത്തരം വണ്ടികളാണ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്നോളജി കൂടുമ്പോൾ അതിൻ്റെതായ ഡ്രോബാക്കുകൾ വേറെ, ടെക്നോളജി കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെതായ മെച്ചവും വേറെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം
ബ്ലെൻഡ് ചെയ്യപ്പെട്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ടെക്നോളജി ഒരുപാടില്ല, എന്നാൽ ടെക്നോളജി അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കുള്ള എന്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. സാറിന് ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് പേയ്മെന്റ് എല്ലാം ഫ്രീ ആയിരുന്നു? ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും എനിക്ക് പേയ്മെന്റ് ഇല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഇപ്പൊ അണ്ടർ ബോഡി കോട്ടിങ് എനിക്ക് ഞാൻ വണ്ടി എടുത്ത സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു. അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് സർവീസിന് പോയ സമയത്ത് ഞാൻ അണ്ടർ ബോഡി കോട്ടിങ് കൂടെ ചെയ്യിപ്പിച്ചു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെലവുണ്ടായി. മറ്റേത് ഫ്രീ സർവീസ് ആണ്. അപ്പൊ ഇവര് 20,000 കിലോമീറ്റർ വരെ ഇവർ ഫ്രീ സർവീസ് ആണ് തരുന്നത് എന്നുള്ളതാണ് ഇവര് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫ്രീ സർവീസ് ആയിട്ട്. പിന്നെ തന്നെയല്ല ഈ അണ്ടർ ബോഡി കോട്ടിങ്ങിന് എനിക്ക് നേരത്തെ ഞാൻ എടുത്ത വണ്ടിയെക്കാളും ഒക്കെ ഒരു രീതിയിൽ അവർ എനിക്കൊരു സപ്പോർട്ട് പറഞ്ഞത് അണ്ടർ ബോഡി കോട്ടിങ്ങിന് 5 വർഷത്തെ വാറന്റിയാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളാം എന്നുള്ള നിലയിലാണ് അവർ അവനോട് പറഞ്ഞത്. അപ്പൊ സാധാരണ ഒരു കമ്പനിക്കാരും അങ്ങനെ ഒരു സാധനം തരുന്നതായിട്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച സമയത്ത് അവരാരും പറയുന്നത് കേട്ടില്ല. അപ്പൊ അണ്ടർ ബോഡി കോട്ടിങ് അങ്ങനെ ഒരു സംഭവം അവര് പറയുകയുണ്ടായി. ഓക്കെ. അപ്പൊ നിപ്പോൺ ടൊയോട്ടയിലെ സർവീസ് ക്വാളിറ്റി ഉള്ള സർവീസും കാര്യങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് സാറിന് എന്തെങ്കിലും മിസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല? ഒന്ന് രണ്ട് ഇത്രയും വിലയ്ക്ക് വണ്ടി തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫീച്ചർ റിച്ച് ആവണോ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഫീച്ചർ റിച്ച് അല്ല വണ്ടി, ഒരുപാട് ഫീച്ചർ റിച്ച് അല്ല. നേരത്തെ നമ്മൾ ഇഗ്നിസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പല ഫീച്ചറും ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇത്രയും വിലയ്ക്ക് തരുന്ന സമയത്ത് അവർക്ക് അതൊക്കെ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് പുഷ് സ്റ്റാർട്ട് ബട്ടൺ നേരത്തെ നമുക്ക് ഇഗ്നിസിൽ ഉണ്ടായിരുന്നു. ഇഗ്നിസിന് ആ ഒരു വിലയ്ക്കുള്ള വണ്ടിക്ക് ഉണ്ടായിരുന്നു. കീലെസ് എൻട്രി ഉണ്ട്. അപ്പം ഇത് പുഷ് സ്റ്റാർട്ട് ബട്ടൺ അവർക്ക് കൊടുക്കാമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത് എനിക്ക് തോന്നിയത് ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവർക്ക് കൊടുക്കാമായിരുന്നു. കാരണം ഇതിന് പുറകിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഗ്ലാസ് ഏരിയ കുറച്ചും കൂടെ നമുക്ക് വിസിബിലിറ്റി കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സെൻസറുകളുണ്ട് ഇതിനകത്ത്. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്, അതെല്ലാത്തിലും ഉണ്ട്. പക്ഷെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പിന്നെ ക്യാമറ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം അഡീഷണൽ ആയിട്ട് ഷോറൂമിൽ നിന്ന് ആഡ് ചെയ്യുക ചെയ്തത്. നമ്മളിപ്പോ S+ ആണ് എടുത്തിരിക്കുന്ന വേരിയന്റ്. അപ്പോ SC എസ് പ്ലസിലേക്ക് ഏകദേശം 40,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഫീച്ചേഴ്സ് പക്ഷെ കുറച്ചുകൂടി അലോയ് വീൽസ് വരുന്നുണ്ട്, LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു S+ എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് എത്തിയത്. S+ കുറച്ചുകൂടെ ഞാൻ S എടുക്കാനാണ് പോയത്. പക്ഷെ S+ ഞാൻ കണ്ട സമയത്ത് എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി S-നേക്കാൾ. കാരണം ഒന്നാമത്തെ അതിന്റെ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ, ആ ഹെഡ് ലാമ്പുകൾ കുറച്ചുകൂടെ S+ലുള്ളത് ഒരൊറ്റ സിംഗിൾ ഹെഡ് ലാമ്പുകളായിട്ടാണ്. അപ്പം S+ല് പക്ഷെ അത് കുറച്ചും കൂടെ 3 ഇത് വരുന്ന ഒരു സ്ട്രക്ചറാണ് അവർ ലൈറ്റിന്റെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കുറച്ച് എലമെന്റ്സുകൾ, അപ്പൊ അതെല്ലാം വളരെ നന്നായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അലോയ് വീൽസ് വരുന്നു. അപ്പം പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണോ എന്ന് എനിക്കൊരു സംശയം. അത് എങ്ങനെ ഒരു അതിനെ കുറിച്ച് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നമ്മൾ ക്യാമറ മാത്രമല്ല നമ്മൾ ആഡ് ഓൺ ചെയ്തു. എക്സ്ട്രാ ആക്സസറീസ് ക്യാമറയും ഈ പറഞ്ഞതുപോലെ റെയിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് അത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു S+ നമുക്ക് LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് ലൈറ്റിന്റെ ഒരു ത്രോ എങ്ങനെ ഉണ്ട്, നമുക്ക് ലൈറ്റിന്റെ ഒരു എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പം നമ്മുടെ ഈ ഇതിനകത്ത് നമുക്ക് ലൈറ്റ് ശരിക്കും കുറച്ചുകൂടെ താഴെയായിട്ടാണ്. ഇഗ്നിസ് ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇഗ്നിസിനൊക്കെ കുറച്ചുകൂടെ മുകളിലായിരുന്നു. ഇത് ലൈറ്റ് താഴെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിന്റെ വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. പിന്നെ LED ഹെഡ് ലാമ്പ് വരുന്ന സമയത്ത് വിസിബിലിറ്റി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ LED ഹെഡ് ലാമ്പ്സ് പൊതുവെ വരുന്ന സമയത്ത് അതിന്റെ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി. കാരണം ലൈറ്റിന്റെ പൊസിഷൻ വെച്ചിരിക്കുന്ന ഒരു കുറച്ച് ഡിസൈനിങ്ങിലുള്ള ആ ഒരു പ്രത്യേകത, അതുകൊണ്ട് അതൊരു നല്ല സംഭവമായിട്ട് തോന്നി. പക്ഷെ അത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഓടിക്കുമ്പോഴാണ് നമ്മൾ രാത്രിയിൽ ഓടിക്കുമ്പോഴേക്കാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സംഭവം. അതിന് കുറച്ചുകൂടെ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. റോഡിന്റെ ആ ഒരു വിസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് എന്ന് പറയും. ഒരു ഗ്ലാൻസി അല്ല എന്ന ഒരു ഹൈറൈഡറും അല്ലാത്തൊരു സെഗ്മെന്റ് ആണ്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്ലാൻസിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സിറ്റിയിലെല്ലാം മാനേജ് ചെയ്യാനായിട്ടൊക്കെ എങ്ങനെയാണ്, എവിടെയെങ്കിലും അടി തട്ടുന്നതായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യില്ല? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞാനിപ്പം വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള വഴിയാണ്. വീട്ടിലേക്ക് കയറുന്ന വഴിയും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്.
അപ്പൊ ഞാൻ വണ്ടി എടുക്കുമ്പോഴും എന്റെ ഒരു കാര്യം ഈ അടി തട്ടാതെ ഉള്ള വണ്ടി നോക്കുക ഓക്കെ. എന്നുള്ളത് മറ്റു വണ്ടികളെക്കാളും കൂടുതൽ. അതുകൊണ്ട് പ്രിഫറൻസ് ഞാൻ അത്തരം വണ്ടികൾ കൊടുത്ത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ശരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് യാതൊരു തരത്തിലും അടി തട്ടുന്നില്ല. എന്ന് വെച്ചാൽ അടി തട്ടുന്ന ഒരു പ്രശ്നമേ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓക്കെ. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെയധികം കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ അതൊരു വല്ല പിന്നെ ഈ ഹെഡ് ലാമ്പിന്റെ കാര്യം ചോദിച്ച സമയത്ത് ഇതിനകത്ത് ഓട്ടോ ഹെഡ് ലാമ്പ് ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഹെഡ് മറ്റേ ലാമ്പ് ഓപ്ഷൻ വണ്ടിക്കകത്ത് ഇതിനകത്ത് ഓട്ടോ ഹെഡ് ലാമ്പ് ഓപ്ഷൻ ഇല്ലായിരുന്നു. ആ. അത് ഒരു തരത്തില് ഉള്ള മെച്ചവും ഉണ്ട് ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് ഓൺ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കണ്ട. ആലോചിക്കേണ്ടതില്ല. അത് വണ്ടി ആ. ഇരുട്ട് വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി വർക്ക് വന്നോളും. ആയിക്കോളും. ഓക്കെ. പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല. അപ്പൊ വണ്ടി ആ. ഓൺ ആക്കുന്ന സമയത്ത് ഇത് ഓണായിട്ട് കിടക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് ബാറ്ററി കൺസപ്ഷൻ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ വേറെ ഇതിനൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഓട്ടോ എഞ്ചിൻ ഓഫ് ഓൺ ആ, ഓക്കെ. മറ്റേ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. സ്റ്റാർട്ട് ഓക്കെ. ശരിക്കും ഈ നമ്മുടെ ഞാൻ പലപ്പോഴും വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് ഈ നമ്മുടെ ഫ്യൂവൽ റെഗുലേറ്ററികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എമിഷൻ റെഗുലേറ്ററികളെ നമുക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആൾക്കാർ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാധനം സംഭവം വണ്ടികൾക്ക് വെച്ച്. കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ സ്റ്റാർട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം അത് എപ്പോഴും ഓഫ് ആയിട്ട് കിടക്കാറേ നല്ലതായിരുന്നു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കിയാൽ മതി എന്നുള്ളത്. പകരം ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ വണ്ടി ഓഫ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം. നമുക്ക് ഇപ്പൊ ചെറിയ യാത്രകൾക്ക് അത് ഓൺ ആക്കി ഇടുന്നത് അത്രയധികം നല്ലതല്ല. കാരണം എഞ്ചിന്റെ ലൈഫിനെ ബാധിക്കുന്ന. അതെ, അതെ, അതെ. ഞാൻ പൊതുവെ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അത് അവര് ഓഫ് പൊസിഷൻ ഇട്ടേച്ച് നമ്മൾ ഓൺ ആക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. പലരും ഇപ്പൊ റീസെന്റ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വാഹനങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും വണ്ടി എവിടെയെങ്കിലും ജസ്റ്റ് നമ്മൾ സ്ലോ ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ ഇത് ഓഫ് ആകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. സാർ ഗ്ലാൻസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നോ? ഗ്ലാൻസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഗ്ലാൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് മാറിയുണ്ടായത്. പിന്നെ ഇതിനെ ഗ്ലാൻസേക്കാളും കുറച്ചുകൂടെ കാണാനും രസം എനിക്ക് ഗ്ലാൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് കണ്ട് പഴകിയതുകൊണ്ടായിരിക്കും നമുക്ക് അതിന് ഗ്ലാൻസേക്കാളും ഡിസൈൻ എനിക്ക് ഇതിനായിട്ട് തോന്നുന്നത്. നമുക്ക് ഈ സീറ്റിംഗ് പൊസിഷൻ നമ്മുടെ ഗ്ലാൻസേയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് സീറ്റ് പൊസിഷൻ? നല്ലതായിട്ട് കുഴപ്പമില്ല. രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെ. പിന്നെ പുറകിലിരിക്കുന്ന സീറ്റ് കുറച്ചുകൂടെ ഉയർന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് എന്റെ ഒരു തോന്നലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പുറകിലത്തെ സീറ്റ് കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ കിട്ടിയാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ഈ റേഞ്ചിൽ കിട്ടിയാണ്. അതിന്റെ ഒരു ഇത് നോൺ ടർബോ വേരിയന്റിൽ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നതാണ്. നോൺ ടർബോ വേരിയന്റിൽ ടോപ്പ് എൻഡ് ആണ് എസ് പ്ലസ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുകളിൽ വരുന്ന വേരിയന്റ് ടർബോ മോഡൽ. അതായത് എനിക്ക് തോന്നുന്നു ജിയും വി ഒക്കെയാണ് വരുന്നത്. അതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 360 ഡിഗ്രി ക്യാമറയും അങ്ങനെ കുറെ കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നു. 360 ഡിഗ്രി ക്യാമറയുടെ ആവശ്യം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്ക് എനിക്ക് അങ്ങനെ അതിന്റെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. കൊള്ളാം, അങ്ങനെ അത് വേണമായിരുന്നത്. ഞാൻ ഇതിന്റെ ആ ഒരു പുറകിലത്തെ ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ശരിക്കും നമുക്ക് ക്യാമറ വേണമെന്ന് തോന്നിയത്. അത്രേ ഉള്ളൂ. പുറകില് നമുക്ക് നോക്കിയെടുക്കുന്ന സമയത്ത് ആ വിസിബിലിറ്റി ഉണ്ട്. ഗ്ലാസിന്റെ വിസിബിലിറ്റിക്ക് ഒരു ഗ്ലാസ് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഗ്ലാസ് ഏരിയ വളരെ കുറവായതുകൊണ്ട് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ നമുക്ക് എസിയുടെ കൂളിംഗ് ഒക്കെ അത് കുഴപ്പമില്ല. ഓട്ടോയാണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ എനിക്ക് ബേസ് വേരിയന്റ് മുതൽ ഈ വണ്ടികൾക്കെല്ലാം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്തൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം അത് വളരെ നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് നല്ല കൂളിംഗ് ഉള്ളതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ വേറെ അപ്പോൾ അതുകൊണ്ട് എ സി പിന്നെ മാനുവലും ഇതുമെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു ഇഷ്യൂ എനിക്ക് തോന്നിയിരിക്കുന്നത് ചിലപ്പോൾ ഈ ഫോഗ് ഫ്രണ്ട് ഡോറിൽ അടിയുന്നത് പെട്ടെന്ന് കൂടുതലാണ്. താഴെ ഇങ്ങനെ അടിയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ വണ്ടികൾക്കൊന്നും ഞാൻ നേരത്തെ ഇഗ്നിസ് ഉപയോഗിച്ചിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് ഇതിന് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഫോഗ് അടിയുന്നത് കൂടുതലാണ്. ഇതിനകത്ത് സാറേ എന്തെങ്കിലും ഇനിയും ആഡ് ഓൺ ഫീച്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്താൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അങ്ങനെ വലിയ കാര്യമായിട്ട് ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമില്ല. 360 ക്യാമറ എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫീച്ചേഴ്സ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വലിയ വണ്ടി ഇറക്കുന്ന സമയത്ത് ഈ ബാക്കിലെ ക്യാമറ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ഈ അകത്ത് ഇന്റീരിയറിലെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത് മോഡറേറ്റ് ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ക്വാളിറ്റി അല്ല, എന്നാൽ പോലും ഈ പറഞ്ഞ മോഡറേറ്റ് ക്വാളിറ്റി ഉള്ളതായിട്ടാണ്. ഇപ്പൊ പല കാറുകൾക്കും ഇപ്പൊ കുറച്ചുകൂടി ഇതിനെക്കാട്ടും കുറച്ചും റേഞ്ച് കൂടിയ കാറുകൾക്ക് പോലും ഇന്റീരിയറിൽ ചെറിയ രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളും അങ്ങനെ ഒരു പ്രശ്നം ഇതില്ല. കാരണം അത് പക്കായാണ്.
പക്ക അങ്ങനെ യാതൊരു തരത്തിലുള്ള നോയ്സും നോയ്സും കാര്യങ്ങളും എഞ്ചിന്റെ സൗണ്ട് പോലും വലിയ കാര്യമായിട്ട് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, പക്ഷെ വലിയ കാര്യമായിട്ട് നമുക്ക് നോയ്സോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ സസ്പെൻഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ഏകദേശം നമ്മൾ 6000 കിലോമീറ്ററോളം കവർ ചെയ്തു. കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സസ്പെൻഷൻ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ വലിയ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷൻ. നമ്മൾ ഇതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കണക്ടിവിറ്റിയും ഇതിനകത്ത് ഇഗ്നിസിനേക്കാളും ഞാൻ അന്ന് 2017 അത് എടുക്കുന്ന സമയത്ത് അത് വണ്ടിക്കകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ടച്ച് സ്ക്രീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് അവർ ഇഗ്നിസ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അത് കൊണ്ടുവരികയും ചെയ്തു, ആ വേർഷൻ തന്നെ. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പം അത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതുപോലെ ബ്ലൂടൂത്ത്, ഈ പറഞ്ഞ എന്താണ് OTA അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കുഴപ്പമില്ല, അതും ഈ പറഞ്ഞ വലിയ ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആവശ്യത്തിന് വേണ്ട ആവറേജ് ആയിട്ട് നമ്മുടെ പർപ്പസുകളെല്ലാം നടക്കാന്നുള്ള രീതിയിലെല്ലാം ഉണ്ട്. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വെഹിക്കിൾ ആണ്. അത്യാവശ്യം റീസെയിൽ വാല്യൂയും റിലയബിലിറ്റി. പിന്നെ അതൊരു കാര്യമാണ് റീസെയിൽ വാല്യൂന്റെ. റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ടൊയോട്ട ആവുന്ന സമയത്ത് ഇപ്പം ഈവൻ ബാഡ്ജിങ് ആണെങ്കിൽ പോലും, റീബാഡ്ജ് ചെയ്ത് ഇറക്കുന്നതാണെങ്കിൽ പോലും, അതിനിപ്പോ ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് റീസെയിൽ വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ അത് നോക്കിയൊന്നും അല്ല നമ്മൾ വണ്ടി എടുത്തത്. കുറച്ച് നമുക്ക് തോന്നി ഇത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് ആ ഒരു വിലക്കുള്ള വണ്ടിക്ക് എടുത്തു. പിന്നെ പല ഫാക്ടറികൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പല ഫാക്ടറികളിൽ നമ്മളുടെ യൂസബിലിറ്റി ആണ് പ്രധാനമായിട്ടും നമ്മൾ കൊടുത്ത ഒരു ഫാക്ടറികൾ അഡ്രസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യാത്രയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൂടുതലും കൊടുത്ത ഒരു രീതി. ഓക്കെ. അപ്പൊ സാർ അപ്പൊ അടുത്തിപ്പോ ഇത്രയും വേറെ ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് 6 മാസമായി. ഈ 6 മാസത്തിനുള്ളിൽ പുതിയ വേറെ മോഡൽസുകൾ ഇറങ്ങി. അപ്പോഴും സാർ ഇപ്പോഴും പുതിയ ആൾക്കാർക്ക് ഈ ഒരു ടൈസർ സജസ്റ്റ് ചെയ്യുമോ പുതിയതായിട്ട് മേടിക്കാനുള്ളവർക്ക്? തീർച്ചയായിട്ടും. കാരണം ഈ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. കാരണം ഇവിടെ അപ്പം ഈ ടൈസർ എടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നം, ചോദ്യവും ഇതാണ്, ടൈസർ വേണോ ഫ്രോങ്സ് വേണോ, അതൊരു ചോദ്യം വരും. പക്ഷെ ഇൻ ദ സെൻസ് സർവീസിങ് എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ടും അതിന്റെ ഒരു ഓഫറുകൾ, സർവീസിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 4 സർവീസ് 20,000 കിലോമീറ്റർ വരെ അവർ സർവീസ് ഫ്രീ ആണ് തരുന്നത്. പിന്നെ രണ്ടാമത് 5 വർഷത്തേക്ക് ഇവര് വാറന്റി തരുന്നുണ്ട്. 5 വർഷത്തേക്ക് നമ്മൾ എക്സ്ട്രാ പൈസ ഇല്ലാതെ തന്നെ അവർക്ക് വാറന്റി തരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്കിതാണ് തോന്നുന്നത്. പിന്നെ കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വന്ന വണ്ടി ഓടിച്ചതും ഇതുമായിട്ട് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര വ്യത്യാസം. ഈവൻ ദോ എനിക്ക് അന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്ന വണ്ടി പോലും ഈ പറഞ്ഞതുപോലെ ഫ്രോങ്സിന്റെ ഈ മോഡൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ഓട്ടോമാറ്റിക് മോഡലാണ് AMT ആണ് എന്റെ കൊണ്ടുവന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു വണ്ടി തോന്നിയത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഒരു 6000 കിലോമീറ്റർ യൂസ് ചെയ്ത ഒരു ടൈസറിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അജയ് സാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് മേടിക്കുന്നവർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവേഴ്സൽ GST വന്നപ്പോഴത്തേക്കും റേറ്റും കുറഞ്ഞിട്ടുണ്ട്. സോ ഒരു റിലയബിലിറ്റി, മൈലേജ് അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന യൂസിലൊക്കെ നോക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു വെഹിക്കിളാണ്. നല്ലൊരു വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. സർവീസും കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു അപ്പോൾ ഇതാണ് നമ്മുടെ ടൈസറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ യൂസർ എക്സ്പീരിയൻസ്. നമ്മളുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച്, ഇതിൻ്റെ ബാക്കിയുള്ള യൂസർ എക്സ്പീരിയൻസ്, അതെല്ലാം വ്യക്തിപരമാണ്, പേഴ്സണലാണ്. അപ്പം അത് ഈ പറഞ്ഞതുപോലെ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ആയിരിക്കാം. അപ്പോൾ ഇത് എൻ്റെതായ കുറേ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, താങ്ക് യു. ബൈ.